ഗുഡ് ഈവനിങ് എവറി വൺ. ഈ ഈവനിങ് പ്രെയറിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. പലയിടങ്ങളിൽ നിന്ന് കാണുന്ന എല്ലാവരും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ പാട്ട് പാടുമ്പോൾ നിങ്ങളും കൂടെ പാടുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളിൽ തട്ടി കർത്താവിനെ സ്തുതിക്കാം. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭനെ പാടി. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭനെ പാടി. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം തന്നെ അവൻ യാഗമായി നൽകി. വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം തന്നെ അവൻ യാഗമായി നൽകി. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതം അവനല്ലയോ. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതം അവനല്ലയോ. സ്തുതിക്കാം സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭന് പാടി. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭന് പാടി. മഹത്വമേ മഹത്വമേ ദൈവ മഹത്വമേ, രാജന് എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. വിളിക്കുമ്പോൾ ഉത്തരമരുളും, രക്ഷിപ്പാനായി ഓടിയെത്തും ദൈവം. വിളിക്കുമ്പോൾ ഉത്തരമരുളും, രക്ഷിപ്പാനായി ഓടിയെത്തും ദൈവം. വെള്ളത്തിൻ മീതെ നടന്നിടുമേ, സർപ്പങ്ങളെ മെതിച്ചിടുമേ. വെള്ളത്തിൻ മീതെ നടന്നിടുമേ, ഞാൻ സർപ്പങ്ങളെ മെതിച്ചു. സ്തുതിക്കാം സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭന് പാടി. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭന് പാടി. മഹത്വമേ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം തന്നെ അവൻ യാഗമായി നൽകി. വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം തന്നെ അവൻ യാഗമായി നൽകി. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതം അവനല്ലയോ. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതം അവനല്ലയോ. സ്തുതിക്കാം സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭന് പാടി. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർത്തിടാം വല്ലഭന് പാടി. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. ഓ ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. ഓ ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജന് എന്നെന്നുമേ. കർത്താവേ ദൈവമേ, അങ്ങ് ആരാധ്യൻ കർത്താവേ ദൈവമേ, അങ്ങ് സ്തുത്യൻ കർത്താവേ, അങ്ങ് സ്തുതിക്ക് യോഗ്യൻ കർത്താവേ. Lord, we worship you Jesus. കർത്താവേ ദൈവമേ, ഞങ്ങൾ ഈ സമയം കർത്താവേ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ നന്ദി പറയുന്നപ്പാ. Lord, we worship you Jesus. Hallelujah, worship you Lord. ആരാധ്യനേ സുമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ,
എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവ്വവും നീ മാത്രമേ. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ,
താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ദൈവമേ അങ്ങുള്ളതിനെ നന്ദി പറയുന്ന കർത്താവേ ദൈവമേ. കർത്താവേ ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം, ലോർഡ് വി നീഡ് യു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ രോഗക്കിടക്കയിൽ കർത്താവേ, ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലും കർത്താവേ ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമുണ്ട് കർത്താവേ. ദൈവമേ സുഖമുള്ള കാലത്തും കർത്താവേ, കണ്ണുനീർ നേരത്തും കർത്താവേ, ലോർഡ് വി നീഡ് യു ജീസസ്. കർത്താവേ തുടർന്ന് നടക്കുന്ന ദൈവമേ വചന ശുശ്രൂഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അമേൻ. ആമേൻ. 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 ഇത് നമ്മൾ പാടിയതുപോലെ നമ്മുടെ കർത്താവ് ആരിലും യോഗ്യനാണ്. യേശു ആരിലും ശ്രേഷ്ഠനാണ്. ആരാധ്യനായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? നിങ്ങളായിരിക്കുന്ന മുറികളിൽ കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇന്ന് രാത്രികാലം. ആമേൻ. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആരാധിച്ചു തുടങ്ങിയ നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മൾ എവിടെ കൂടി വന്നാലും അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. സോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ നിറവിൽ ഇന്ന് രാത്രികാലം നമുക്കായിരിക്കാം. ആ സാന്നിധ്യത്തോടുള്ള പൂർണ്ണ ബഹുമാനത്തിൽ ഞങ്ങൾ ഇവിടെ ശുശ്രൂഷിക്കുന്നു. ആ സാന്നിധ്യത്തോടുള്ള പൂർണ്ണ ആദരവോടുകൂടെ നിങ്ങളുമായിരിക്കുക. നിങ്ങളെവിടെയായിരുന്നാലും അവിടെ കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ആദരവോടെ ബഹുമാനത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടക്കാം. അല്പസമയം കർത്താവിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ദൈവം നിങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് കടക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ, ഞങ്ങൾ പാടിയതുപോലെ അങ്ങ് ആരാധ്യനാണല്ലോ, അങ്ങ് സമാരാധ്യനാണല്ലോ. കർത്താവേ, അങ്ങക്ക് തുല്യനായി മറ്റൊരു ദൈവമില്ലല്ലോ. കർത്താവേ, അങ്ങ് ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്കറിയാം ഇത് 2021 ആമേൻ. 2021 സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാണെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ആമേൻ. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്. 2020 അവസാന ദിവസം അല്ലെങ്കിൽ 2021 ആദ്യ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും സാധാരണ ചെയ്യാറുള്ള കാര്യമുണ്ട്. നമ്മളെല്ലാവരും പുതുവത്സര തീരുമാനങ്ങൾ എടുക്കും, അല്ലേ? ന്യൂ ഇയർ റെസല്യൂഷൻസ്. എൻ്റെ കൂടെ ഇവിടെ ആഷ്ലിയും അഖിലും ഇരിപ്പുണ്ട്. ആഷ്ലിയും അഖിലും ന്യൂ ഇയർ റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സഭയായിട്ടാണെങ്കിൽ നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു, അല്ലേ? നമ്മുടെ വിഷൻ നമ്മൾ എഴുതി വെച്ചു. അങ്ങനെ ആത്മീകമായിട്ടും അല്ലാതെയും ഡയറ്റ് ചെയ്യണമെന്ന് ചിലവർ തീരുമാനിച്ച് കാണും, കൂടുതൽ കഴിക്കണമെന്ന് ചിലർ തീരുമാനിച്ച് കാണും, കൂടുതൽ റെസ്റ്റ് ചെയ്യണമെന്ന് ചിലർ തീരുമാനിച്ച് കാണും, ഫാമിലിയുടെ കൂടെ ഈ വർഷം കുറേ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ചിലർ തീരുമാനിച്ച് കാണും. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ വർഷം കഴിയുമ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനോ ആ തീരുമാനങ്ങൾ ഫലവത്താക്കുവാനോ ആ തീരുമാനങ്ങളുടെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യാനോ ഒന്നും കഴിയാറില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മളാരും തികഞ്ഞവരല്ല, നമ്മളാരും എല്ലാ കാര്യത്തിലും തികഞ്ഞ ആൾക്കാരൊന്നുമല്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല. പക്ഷേ ഓരോ വർഷവും നമുക്കറിയാം ദൈവം ഒരു തീരുമാനം എടുക്കാറുണ്ട്. ആമേൻ. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാനിങ്ങനെ പറയട്ടെ, ഈ 2021 ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേൾക്കുവാൻ എത്ര പേര് തയ്യാറാണ് ഇന്ന് രാത്രികാലം? ദൈവം എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്: ഇത് ഡിവൈൻ ഫ്ലറിഷിങ്ങിൻ്റെ വർഷമായിരിക്കും നിങ്ങളുടേത് എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ശക്തിക്കും ദൈവത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം അവനൊരു വാക്ക് അരുളി ചെയ്താൽ അത് ഉവ്വ് ആമേൻ എന്ന് വചനം പറയുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം എന്ന് വചനം പറയുന്നു. വചനത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ കർത്താവ് അതിൽ സ്റ്റേബിളാണ്.
ആമേൻ. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് ക്രിസ്തുയേശുവിൻ്റെ ദിനത്തോളം പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനെന്ന് വചനം ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2021 ദൈവം തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ തഴയ്ക്കുന്ന വർഷമാണ്, നിങ്ങൾ വളരുന്ന വർഷമാണ്. നമ്മൾക്കറിയാം, ഈ വർഷം തുടങ്ങിയപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞു, ആമേൻ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു, ആമേൻ, ദൈവത്തിൻ്റെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. അവർ മരുഭൂമിയിലെ പന പോലെയും ലെബാനോനിലെ ദേവദാരു പോലെയും വളരും എന്ന് കർത്താവ് നമ്മളോട് അറിയിച്ചു. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആമേൻ. നമ്മളൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് അതിൽ നിന്ന് മാറിപ്പോകാം. പക്ഷെ ദൈവം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2021 നിങ്ങൾ തഴയ്ക്കുന്ന വർഷമാണ് എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രികാലം ഞങ്ങളോട് ചേർന്ന് ആമേൻ എന്ന് പറയാമോ? ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ അകത്ത് എൻ്റെ മനുഷ്യൻ ആമൻ ഭയങ്കരമായി ആമൻ ആഹ്ലാദിക്കുന്നതും തുള്ളിച്ചാടുന്നതും എൻ്റെ ശരീരത്തിൽ പോലും എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നു. ആമേൻ. ദൈവം ചെയ്യും, കർത്താവ് ഇത് ചെയ്യാൻ പോവാ. ഞാൻ എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ പറയും, കർത്താവേ, ഈ ദിവസം ഡിവൈൻ ഫ്ലറിഷിങ്ങിൻ്റെ ദിവസമാണ്. എല്ലാ ദിവസവും രാത്രി ഞാനും കൊല്ലത്തെയും എൻ്റെ വൈഫും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും, കർത്താവേ, ഈ വർഷം ഡിവൈൻ ഫ്ലറിഷിങ്ങിൻ്റെ വർഷമാണ്. വിഷൻ ഞങ്ങൾക്കും ദൈവം തന്നിട്ടുണ്ട്, ഞങ്ങൾ തഴയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരോട് പറയട്ടെ, ഞങ്ങൾക്ക് എല്ലാ വർഷവും ദൈവം ഒരു വാഗ്ദത്തം തരാറുണ്ട്. കഴിഞ്ഞ വർഷം സമൃദ്ധിയുടെ വർഷമായിരുന്നു. ആമേൻ. മഹത്വമുള്ള സമൃദ്ധിയുടെ വർഷമായിരുന്നു. ഈ വർഷം ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആമേൻ, ഡിവൈൻ ഫ്ലറിഷിങ്ങിൻ്റെ ദൈവികമായ തഴപ്പിൻ്റെ വർഷമാണ് ഇതെന്നാണ്. അപ്പോൾ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളും വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി തീരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ആമേൻ. അങ്ങനെ ഈ 2021 ആദ്യത്തെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് കുറച്ച് മുൻപാണ് ഈ വർഷം നമ്മുടെ വാച്ച് നൈറ്റ് സർവീസ് നടന്നത്. ആ വാച്ച് നൈറ്റ് സർവീസിൽ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ, ആ ദിവസങ്ങളിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവെ, 2021 എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? എവിടെയാണ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആകേണ്ടത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് കാര്യത്തിലേക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? എല്ലാം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് ദൈവം എന്നോട് 2020 അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വിഷയമായി തന്നതാണ്, അല്ലെങ്കിൽ ഒരു ദർശനമായി തന്നതാണ്. 2021 പരിശുദ്ധാത്മാവിൽ വളരുന്ന ഒരു വർഷമായി 2021 ഫോക്കസ് ചെയ്യണം, നീ സഭ അതിൽ ഫോക്കസ് ചെയ്യണമെന്ന് കർത്താവ് അരുളി ചെയ്തു. ആമേൻ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഇത് നിൻ്റെ കയ്യിൽ നിന്ന് നീ തന്നെ അരുളി ചെയ്തതാണോ? നമുക്കെപ്പോഴും ഇങ്ങനെ സംശയങ്ങളൊക്കെ തോന്നുമല്ലോ. അപ്പം ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവ്, ഇത് നിൻ്റെ വാക്ക് തന്നെയാണ്? അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. 2020 വാച്ച് നൈറ്റ് സർവീസിൽ ദേവദാസൻ മലയാളത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഞാനാണ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ദാസൻ വചനം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആലയത്തിൽ നടുതലയായി നടപ്പെട്ടവർ, ദൈവം നട്ടിരിക്കുന്നവർ, അവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. തഴയ്ക്കണമെങ്കിൽ കർത്താവിൻ്റെ ദാസനൊരു ക്രൈറ്റീരിയ പറഞ്ഞു. നമ്മൾ ആ ക്രൈറ്റീരിയയിലേക്ക് ഒന്ന് നോക്കാൻ പോവുകയാണ്. ആമേൻ. അതിന് മുമ്പായിട്ട് എന്താണ് തഴയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്? ഒരു മരം തഴച്ചു വളരണമെങ്കിൽ അതിന് ഒത്തിരി കാര്യം ആവശ്യമാണ്, അല്ലേ? എന്തൊക്കെയാണ്? സൂര്യൻ്റെ ചൂട് ആവശ്യമാണ്, അത് ശ്വസിക്കേണ്ടത് ആവശ്യമാണ്, അതിന് വെള്ളം ആവശ്യമാണ്, അതിന് നല്ല വളമുള്ള മണ്ണ് ആവശ്യമാണ്, നല്ല ഉറപ്പുള്ള മണ്ണ് ആവശ്യമാണ്. അങ്ങനെ ഒരു മരം തഴച്ചു വളരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഈ വർഷം തഴയ്ക്കുവാൻ ദൈവം ഈ വർഷം വ്യക്തിപരമായ എന്നോടും നമ്മുടെ സഭയോടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുമൊക്കെ തഴയ്ക്കുവാൻ ആവശ്യമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 19 മുതൽ 29 വരെ ഉള്ള വാക്യങ്ങളിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ദൈവം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു.
കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് സംസ്കാരമില്ല, ചട്ടങ്ങളില്ല, നിയമങ്ങളില്ല. ഒരു പ്രാകൃതരായ മനുഷ്യരായിരുന്നു അവർ. യാതൊരു സിവിലൈസ്ഡ് അല്ലാതിരുന്ന, കൾച്ചർ ഇല്ലാതിരുന്ന, അവർക്കുണ്ടായിരുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ, അവരുടെ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബീയിങ് സ്ലേവ്സ്. അതാണ് അവരുടെ സിവിലൈസേഷൻ. അതിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുന്നു. പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ആ യാത്രയ്ക്കിടയിൽ ദൈവം അവർക്ക് ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ആ ഭാഗത്തെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമാണ് ഈ എബ്രായർക്ക് എഴുതിയ 12-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ആ ലേഖനകർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പശ്ചാത്തലം ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് ആദ്യമേ വായിക്കാം 19-ന്റെ 20 മുതൽ 19, 20, 21 ഈ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്തായിരുന്നു ഈ കാഴ്ച? ഭൂതമിളകുന്ന കാഴ്ചയല്ല, പിശാചിന്റെ മാനിഫെസ്റ്റേഷൻ അല്ല അവിടെ നടന്നത്. എന്തായിരുന്നു അവിടെ കണ്ട കാഴ്ച? അവർ കണ്ടത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട കാഴ്ചയാണ്. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നു അവർക്ക് ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം മുഖം മൂടി തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, ഭയപ്പെട്ട് പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അവരുടെ അകത്ത് നിറഞ്ഞത് ഭയമായിരുന്നു. മോശ പോലും പറഞ്ഞു, എനിക്ക് പോലും ഈ കാഴ്ച കണ്ട് ഭയപ്പെടുന്നു. അങ്ങനെ എല്ലാവരും ഭയത്തിൽ നിറയുന്ന ഒരവസ്ഥയാണ് എബ്രായർ 12-ന്റെ 19 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഭയം കൊണ്ട്, ഭയങ്കര ശബ്ദം, ഇടിമുഴക്കം, ബ്ലാസ്റ്റിംഗ് സൗണ്ട്, എന്താ പുക, തീ. ആമേൻ. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. തീ ഉണ്ടായിരുന്നു, ഭയങ്കര മുഴക്കമുണ്ടായിരുന്നു, ഭയങ്കര ശബ്ദമുണ്ടായിരുന്നു, ഭയങ്കര ഒരു കുലുക്കം അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര സംഭവം നടക്കുക. എന്തോ അവിടെ വെളിപ്പെട്ടത്? ദൈവത്തിൻ്റെ സാന്നിധ്യം. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട ആ സ്ഥലത്ത് ജനം സാധാരണ നമുക്കിപ്പോൾ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നമ്മളതിനെ ആസ്വദിക്കുന്നു, നമ്മളതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മളതിൽ സന്തോഷിക്കുന്നു. ചിലർ ചിരിക്കുന്നു, ചിലർ കരയുന്നു, ചിലർ ആഹ്ലാദിക്കുന്നു, ചിലർ തുള്ളിച്ചാടുന്നു ദൈവ സാന്നിധ്യം വരുമ്പോൾ. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ പുതിയ നിയമസഭയിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവ സാന്നിധ്യം വെളിപ്പെട്ട ഇടത്ത് ജനം മുഖം മൂടി ഭയപ്പെട്ട്, മോശ പോലും പറയുന്നു, ഈ കാഴ്ച കണ്ട് എനിക്ക് ഭയമാണ് നിറയുന്നത്. ആമേൻ. പക്ഷേ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സിമിലറായ ഒരു സിറ്റുവേഷൻ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഇറ, ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ സീസൺ. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ കാണുന്ന ഈ ഭാഗത്ത് അവിടെ ഒരു പുതിയ ഇറ തുടങ്ങുകയാണ്, ഒരു പുതിയ കാലം തുടങ്ങുകയാണ്. എന്താണ് ആ കാലം? ന്യായപ്രമാണത്തിൻ്റെയും ചട്ടങ്ങളുടെയും ലോയുടെ ഒരു പുതിയ ഇറ അവിടെ തുടങ്ങുകയാണ്. ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു കവനന്റ് അവിടെ വെളിപ്പെടുകയാണ്. ആമേൻ. അങ്ങനെ അവിടെ ഒരു പുതിയ ഇറ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഇറയുടെ സ്റ്റാർട്ടിങ് വളരെ നാടകീയമായ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. എന്താണ്? അവിടെ മുഴക്കമുണ്ടായിരുന്നു, അല്ലേ? അവിടെ ശബ്ദമുണ്ടായിരുന്നു, അവിടെ തീ ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര നാടകീയമായ ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതേപോലെ അടുത്തൊരു ഇറ ബൈബിൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ദൈവം തൻ്റെ ജനവുമായി ആരംഭിച്ച ഒരു പുതിയ ഇറയായിരുന്നു, ഒരു പുതിയ കാലഘട്ടമായിരുന്നു, ഒരു പുതിയ സീസണായിരുന്നു. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വളരെ നാടകീയമായ രംഗത്തിൽ ആരംഭിച്ച ഒരു പുതിയ സീസൺ ഉണ്ടായിരുന്നു. ഇതേ സിമിലറായ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് മുഴക്കം, അല്ലേ? മുഴക്കം കാണാൻ കഴിയുന്നു.
വലിയ ശബ്ദമുണ്ടാകുന്നു, കൊടിയ കാറ്റടിക്കുന്നു, അവരിരുന്ന സ്ഥലം കുലുങ്ങുന്നു, അഗ്നി വെളിപ്പെടുന്നു. നോക്കിയേ, ഈ 12 നമ്മൾ എബ്രായറിൽ വായിച്ച പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ആമേൻ. പക്ഷേ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്താ? ആ 12 അധ്യായത്തിൽ ജനത്തിൻ്റെ അകത്ത് നിറയുന്നത് ഭയമായിരുന്നു, പേടിയായിരുന്നു. മോശ പോലും പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു. ജനത്തിൻ്റെ അകത്ത് അന്ന് ദൈവസാന്നിധ്യം ഇതുപോലെ നാടകീയമായ ഒരു രംഗത്തിൽ വെളിപ്പെടുകയാണ്. വെളിപ്പെടുന്ന സമയത്ത് ജനത്തിൻ്റെ അകത്ത് ഉണ്ടായത്, അല്ലെങ്കിൽ അവർ നിറഞ്ഞത് ഭയത്താലാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, പുതിയൊരു എറ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പുതിയൊരു സീസൺ ദൈവം തുടങ്ങുകയാണ്, പുതിയൊരു കവനന്റ് ദൈവം ക്രിസ്തു യേശുവിലൂടെ തൻ്റെ ജനത്തിലേക്ക് പകരുകയാണ്. ആമേൻ. ആ പകർച്ച നടക്കുമ്പോൾ അതേ നാടകീയമായ ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ശബ്ദമുണ്ട്, മുഴക്കമുണ്ട്, കൊടിയ കാറ്റടിക്കുന്നു, തീ വെളിപ്പെടുന്നു, ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നു. പക്ഷേ ഇവിടെ അന്ന് ജനം ഭയത്താൽ നിറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ 4-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? എന്തിനാൽ നിറഞ്ഞു എന്നാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ആരിനാൽ നിറഞ്ഞു എന്ന് വായിക്കുന്നു. യെസ്, ആ വാക്യം ഒന്ന് വായിച്ചേട്ടെ, 4-ാം വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പഴയ നിയമത്തിൽ ജനം ഭയത്താൽ നിറഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ വലിയ ശബ്ദമുണ്ടായി, ബഹളമുണ്ടായി, ഒത്തിരി കാര്യങ്ങളുണ്ടായി. പക്ഷെ അവരാരും ഭയന്ന് വിറച്ചോടിയില്ല. അവർ നിറഞ്ഞത് പരിശുദ്ധാത്മാവിനാലാണ്. നോക്കിയേ, ഓൾഡ് കവനന്റിൽ ജനം ഭയപ്പെട്ടപ്പോൾ പുതിയ കവനന്റിൽ ക്രിസ്തുവേശുവിലൂടെ പുതിയ കവനന്റിൽ ജനം ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിറയുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പഴയ നിയമത്തിൽ സ്നേഹമില്ല എന്നല്ല, പഴയ നിയമത്തിൽ പലരും സ്നേഹം തിരിച്ചറിഞ്ഞില്ല. പഴയ നിയമ ഭക്തന്മാർ ചിലർ മാത്രമാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം തിരിച്ചറിഞ്ഞത്. പക്ഷെ പുതിയ നിയമത്തിൽ ആ സ്നേഹം കുറച്ചും കൂടി എവിഡൻ്റ് ആണ്. ക്രിസ്തുവേശു എന്ന അൾട്ടിമേറ്റ് എക്സ്പ്രഷനിലൂടെ കർത്താവ് പറയുകയാണ്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തന്നെ പുത്രനെ നൽകി ആ കവനെ ദൈവം റിന്യൂ ചെയ്യുകയാണ്. ആമേൻ. ആ കവനെ ദൈവം റിന്യൂ ചെയ്ത് കഴിഞ്ഞ കാലത്തിൽ, കഴിഞ്ഞ ഇറയിൽ ജനത്തിന് ചെയ്യാൻ കഴിയാതിരുന്നതെല്ലാം പുതിയ ഇറയിൽ, പുതിയ കവനനിൽ ചെയ്യുവാൻ ദൈവം ഒരു സഹായകനെ അയക്കുകയാണ്. ആമേൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷന് പ്രാധാന്യമുള്ളത്. 2021 വാഗ്ദത്തം തഴയ്ക്കുന്ന വർഷമെന്നാണ്. ഞാൻ പറഞ്ഞു, ഒരു മരം തഴച്ചു വളരണമെങ്കിൽ അതിന് പല കാര്യങ്ങൾ ആവശ്യമാണ്. ആമേൻ. അതിന് വായു വേണം, അതിന് വെളിച്ചം വേണം, സൂര്യൻ്റെ ചൂട് ആവശ്യമാണ്, നല്ല ഉറച്ച മണ്ണ് ആവശ്യമാണ്. ഈ മണ്ണിൽ ഒരു മരം എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വേരുകൾ പുറപ്പെടുകയാണ്. ആമേൻ. പുറത്തേക്ക് നമുക്ക് സ്റ്റേഡിയായ, സ്ട്രെയിറ്റായ, പനയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരമാണ്, വളഞ്ഞു പൊളഞ്ഞുള്ള മരമല്ല. ആമേൻ. ദേവദാരു ഞാൻ വിശ്വസിക്കുന്നു സ്ട്രെയിറ്റായ ഒരു ട്രങ്കാണ് അതിനുള്ളത്. അതിൻ്റെ അടിയിലേക്ക് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളഞ്ഞും പൊളഞ്ഞുമെല്ലാം വേരുകൾ ഡീപ്പായി പോകും. എന്തിനു വേണ്ടിയിട്ട്? വെള്ളം അന്വേഷിച്ച്. ആമേൻ. ഒരു മരത്തിന് വളരുവാൻ വളരെ മാറ്റി നിർത്തുവാൻ കഴിയാത്തൊരു കാര്യമാണ് വെള്ളം. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. ആമേൻ. അവിടെ അതേ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് അവിടെ മെൻഷൻ ചെയ്തത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ മരം ഡീപ്പ് റൂട്ടഡ് ആയി പാസ്റ്റർ അന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിൽ ആമേൻ ഡീപ്പ് റൂട്ടഡ് ആകണമെന്ന് 2020 ദൈവം എന്നോട് സംസാരിച്ചു, ഞങ്ങളോട് സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഇത് എല്ലാ വർഷവും നമ്മൾ പരിശുദ്ധാത്മാവിൽ ഡീപ്പ് റൂട്ടഡ് ആവേണ്ടതാണ്. പക്ഷേ ചില സീസണിൽ ദൈവം നമ്മളോട് പറയും കൂടുതൽ ഫോക്കസ് നൽകണം. ആമേൻ. അപ്പോൾ ഈ സീസണിൽ അതിന് കൂടുതൽ ഫോക്കസ് നൽകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അരുളി ചെയ്തു. പക്ഷെ അതിനൊരു കൺഫർമേഷൻ വേണം. അങ്ങനെ 2021 നമ്മൾ കടക്കുന്ന ആ ദിവസത്തിൽ ഇങ്ങനെ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ആലയത്തിൽ നടുതലെ ആയവർ അവൻ്റെ പ്രാകാരങ്ങൾ തഴയ്ക്കുന്നവർ ആരാണ്? പരിശുദ്ധാത്മാവെന്ന ജീവജല നദിയിൽ നരിയാണിയോളമല്ല,
മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയുന്ന ഒരു അളവിൽ അല്ലെങ്കിൽ കഴിയാത്തൊരളവിൽ നീന്തി തുടിക്കുന്നവർ, പരിശുദ്ധാത്മാവ് എന്ന ജീവജല നദിയിൽ നിന്ന് ശക്തിയും ബലവും ഡ്രോ ചെയ്യുന്ന ആളുകളാണ് തഴച്ചു വളരാൻ പോകുന്നത്. ആമേൻ. അപ്പോൾ 2021 തഴയ്ക്കുവാൻ ആഗ്രഹമുള്ളവർ ഒന്ന് ചാറ്റിലിട്ടെ, ഐ വോണ്ട് ടു ഫ്ലറിഷ്. നിങ്ങൾ പറഞ്ഞേ, എനിക്ക് തഴയ്ക്കണം ഈ വർഷം. അത് വിശ്വാസത്താൽ, അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ഐ വോണ്ട് ടു അല്ല, ഐ വിൽ ഫ്ലറിഷ്. ഞാൻ ഈ വർഷം തഴയ്ക്കുമെന്ന് നിങ്ങൾ വാവുകൊണ്ട് പറയുകയല്ല, ആ ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ, വിശ്വാസത്താൽ ഒന്ന് പ്രഖ്യാപിച്ചേ. തഴയ്ക്കുവാനുള്ള ക്രൈറ്റീരിയയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ആൻഡ് വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പല സഭകളിലും അല്ലെങ്കിൽ ആരംഭകാലങ്ങളിൽ തുടങ്ങിയ ശക്തമായി ദൈവത്തിൻ്റെ ഈ കാറ്റടിച്ച, ഈ അഗ്നി കത്തിയ പല സഭകളിലും ഇന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല, അന്യഭാഷയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, കൃപാവരങ്ങളുടെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൽ നിന്നുപോയിരിക്കുന്നു എന്നൊക്കെ പലരും പഠിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ശക്തമായി പെട്ര ചർച്ച് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവം മകനായി മകളായി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണം ഞാൻ റീസണിലേക്ക് നമ്മൾ വരുവാണ്. നിങ്ങൾക്ക് തഴയ്ക്കണോ, സമൃദ്ധി വരണോ, അനുഗ്രഹിക്കപ്പെടണോ, ജീവിതത്തിൽ മുമ്പോട്ട് പോകണോ, സമാധാനം വേണോ, സ്വസ്ഥത വേണോ, സന്തോഷം വേണോ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇല്ലാതെ നിങ്ങൾക്കത് ലഭിക്കുകയില്ല. ആരെ എന്തു വേണമെങ്കിലും പഠിപ്പിക്കട്ടെ, ദിസ് ഇസ് ദ ട്രൂത്ത്. ആൻഡ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. ആമേൻ. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് ആരാധനയായും വചനമായും പ്രാർത്ഥനയുമായൊക്കെ എത്തുന്നതിൻ്റെ കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആമേൻ. അങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയത്തില്ല. അനുഗ്രഹത്തെ നിങ്ങൾ ഭവനമായും കാറായും ബിസിനസ്സായും ഒന്നും താരതമ്യപ്പെടുത്തരുത്. ഇതൊന്നും വിശ്വാസികളില്ലാത്ത ഇത് പല ആളുകൾക്കും ഇതെല്ലാം ഉണ്ട്. ആമേൻ. പക്ഷേ വചനം പറയുന്നു, ദൈവരാജ്യവും തീറ്റയും കുടിയുമല്ല, ഇറ്റ് ഈസ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് പല ഇങ്ങനത്തെ നന്മകൾ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം വരും. പക്ഷേ ആനന്ദം, സമാധാനം, നീതി, ഇത് മൂന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ആമേൻ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. വലിയ വീടുണ്ടാകാം, കാറുണ്ടാകാം, ഒത്തിരി നന്മകൾ നമ്മുടെ ലൈഫിലുണ്ടാകാം, പക്ഷേ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് യു വിൽ നെവർ ബി ഏബിൾ ടു എൻജോയ് ലൈഫ്. അതുകൊണ്ടാണ് പറയുന്നത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. ലൈഫ് എൻജോയ് ചെയ്യണോ? പരിശുദ്ധാത്മാവ് വേണം. യു നീഡ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. സോ അതുകൊണ്ട് ഈ വർഷം തഴയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വേരുകൾ ജീവജല നദിയായ പരിശുദ്ധാത്മാവിലേക്ക് ഡീപ്പെൻ ചെയ്യണം, ആഴങ്ങളിലേക്ക് ഇറങ്ങണം. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ ആ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട്, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ജീവജലത്തിന് നദിയായ പരിശുദ്ധാത്മാവിലേക്ക് നമുക്കൊന്ന് ഡീപ്പ് റൂട്ടഡ് ആകാം. ആമേൻ. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും, നിങ്ങൾ സമൃദ്ധി കാണും, നിങ്ങൾ തഴയ്ക്കും. പക്ഷേ യു നീഡ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. യു നീഡ് ദ ഹോളി സ്പിരിറ്റ്. അതിന് തെളിവ് ഞാൻ തരാം. ആമേൻ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ പുതിയ ഒരു ഈറ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആമേൻ. എത്ര പേർ സന്തോഷിക്കുന്നു പുതിയ നിയമസഭയെ? ഇന്ന് നമ്മൾ ദൈവസാന്നിധ്യം ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു, തുള്ളിച്ചാടുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ. പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. ആമേൻ. പുതിയ നിയമത്തിൽ പക്ഷേ അങ്ങനെയാണ്. നമ്മൾ സന്തോഷിക്കുന്നു ദൈവസാന്നിധ്യത്തിൽ. ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ആമേൻ. ഇത് നമ്മുടെ ലൈഫിലേക്ക് വന്നത് പരിശുദ്ധാത്മാവിനെ. ഈ അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിലാണ് നമുക്ക് സമൃദ്ധിയും തഴപ്പും ഒക്കെ ഉണ്ടാകുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് ഈ പഴയ നിയമത്തിൽ ജനം
ഭയത്താൽ നിറഞ്ഞു. പുതിയ നിയമത്തിൽ ഈ പുതിയ കവനന്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജനം നിറഞ്ഞത് ഭയത്താലല്ല, പരിശുദ്ധാത്മാവിനാലാണ്. ആമേൻ. അത്രയും നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഫോക്കസ്ഡായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പേ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. We have all the blessings and inheritances in Christ. ക്രിസ്തു യേശുവിൽ നിങ്ങൾ എല്ലാ അനുഗ്രഹത്തിനും ആമേൻ കൂട്ടവകാശികളാണ്. അബ്രഹാമിന് ലഭിച്ച എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ ലൈഫിലുണ്ട്. യു ആർ കോ എയർസ് എന്നാണ് ബൈബിൾ നിങ്ങൾ വിളിക്കുന്നത്. കൂട്ടവകാശികൾ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഇൻ ക്രൈസ്റ്റ് യു ആർ ബ്ലെസ്ഡ് with the blessing of Abraham, with the blessing of the saints, with the blessing that is Christ. ക്രിസ്തുവിലൂടെയുള്ള സകല നന്മയ്ക്കും നിങ്ങൾ കൂട്ടവകാശികളാണ്. ആമേൻ. എല്ലാ അനുഗ്രഹവും തഴപ്പും സമൃദ്ധിയും വളർച്ചയും അഭിവൃദ്ധിയും എല്ലാത്തിനും അവകാശികളാണ് നിങ്ങൾ. സൗഖ്യത്തിന് നിങ്ങൾ അവകാശികളാണ്. സാമ്പത്തികമായ നന്മയ്ക്ക് നിങ്ങൾ അവകാശികളാണ്. കാരണം അവൻ്റെ ദാരിദ്ര്യത്താൽ അവൻ നിങ്ങളെ സമ്പന്നരാക്കി തീർത്തിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെട്ടവരെല്ലാം ശപിക്കപ്പെട്ടവൻ, അതുകൊണ്ട് അവൻ ശാപം ശീലിച്ചത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നെയിം ഇറ്റ്, യു ഹാവ് ഇറ്റ്. ഏത് നന്മയും നിങ്ങളുടേതാണ്. ആമേൻ. പക്ഷേ ഞാൻ പറഞ്ഞു, നന്മ നിങ്ങളുടേതാണ്. We have all the blessing and we have all the inheritance in Christ. But it is administered, ശ്രദ്ധിച്ച് കേട്ടോണം, it is administered through the Holy Spirit. Amen. ഈ അഡ്മിനിസ്റ്റർ എന്നുള്ള പദത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മലയാളം വാക്ക് നോക്കി. നിർവഹിക്കുക, അല്ലെങ്കിൽ നിവൃത്തിയാക്കുക, അല്ലെങ്കിൽ നടത്തിയെടുക്കുക. പരിശുദ്ധാത്മാവിനെ എന്താ വിളിക്കുന്നത്? നടത്തിപ്പുകാരൻ, കൂട്ടാളി, സഹചാരി, പാരക്ലീറ്റോസ്, ആമേൻ, കൗൺസിലർ, ഗൈഡ്, അഡ്വക്കേറ്റ്. എന്താ അഡ്വക്കേറ്റിൻ്റെ ജോലി? എന്താ ഒരു കൗൺസിലറിൻ്റെ ജോലി? എന്താ ഒരു ഗൈഡിൻ്റെ ജോലി? നിങ്ങളെ ആ നന്മയിലേക്ക് കൊണ്ടുവരിക, ആ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ച് നടത്തുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞു, ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കെല്ലാം നന്മയുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിമിഷം ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹം, ഇൻക്ലൂഡിങ് ഇറ്റേണൽ ലൈഫ്, യു ആർ എയർ ഫോർ ദാറ്റ്. നിങ്ങൾ അവകാശിയാണ്. ആമേൻ. ക്രിസ്തു എന്ന ഏക അവകാശിയിലൂടെ നമ്മളെല്ലാവരും കൂട്ടാവകാശികളായി മാറി. പക്ഷേ ഈ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, ഈ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നടത്തുന്നത്, ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് ഇത്രയും നാളും അങ്ങനെ തന്നെ ആയിരുന്നു. പുതിയ വെളിപ്പാടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലരും ഇത് ശ്രദ്ധിക്കാറില്ല. പലരും ഇൻറ്റൻഷനലായി ഇതൊരു റെവലേഷനായി നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സസൈസ് ചെയ്യാറില്ല. ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ വന്ന എല്ലാം നന്മയ്ക്കും കാരണം പരിശുദ്ധാത്മാവാണ്. ആമേൻ. ആ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. ആമേൻ. അതുകൊണ്ടാണ് സഭയുടെ തുടക്കത്തിൽ തന്നെ വലിയൊരു നാടകീയമായ രംഗത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ എൻട്രി നമ്മൾ കാണുന്നത്. ആമേൻ. ഇതിന് തെളിവ് തരാം. ഞാൻ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോലെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം ഞാൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് മറക്കരുത്. വി ഹാവ് ഓൾ, നമുക്ക് ക്രിസ്തു യേശുവിൽ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അവകാശമാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാ? പരിശുദ്ധാത്മാവാം ദൈവം അത്രേ. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും പറയുവാനുണ്ട്. പക്ഷേ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. നിങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ? നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട്, ശാപമല്ല ഉള്ളത് എന്നുള്ളൊരു സത്യമല്ലേ? അല്ലേ?
ആമേൻ. ആണെന്ന് വിശ്വസിക്കുന്നവർ യെസ് എന്ന് ചാറ്റിലൊന്ന് ഇട്ടാട്ടെ. നിങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ? നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ? നിങ്ങൾക്ക് എന്താ പറയുന്നത്, സമൃദ്ധിയുണ്ട്, അഭിവൃദ്ധിയുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ? നിങ്ങൾക്ക് പോവർട്ടി അല്ല, നിങ്ങൾ റിച്ചായാണ് ദൈവം നടത്താൻ പോകുന്നത് എന്നുള്ള സത്യമല്ലേ? വചനത്തിലുള്ള സത്യങ്ങളല്ലേ ഇത്? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? പരിശുദ്ധാത്മാവിലൂടെയാണ്. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും, ഹീ ഈസ് ദ വൺ ഹു ഗൈഡ്സ് യു ഇൻ ടു ദിസ് ട്രൂത്ത്. സൗഖ്യം എന്ന സത്യത്തിലേക്ക്, അനുഗ്രഹം എന്ന സത്യത്തിലേക്ക്, സമൃദ്ധി എന്ന സത്യത്തിലേക്ക്, ആമേൻ, നന്മ എന്ന സത്യത്തിലേക്ക്, സ്പിരിച്വൽ ലൈഫ് എന്ന സത്യത്തിലേക്ക്, ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന സത്യത്തിലേക്ക്, ആമേൻ, ദൈവമകൻ, ദൈവമകൾ എന്ന സത്യത്തിലേക്ക്. ഇതെല്ലാം വചനത്തിലെ സത്യങ്ങളാണ്. ഇതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നവൻ ആരാണ്? പരിശുദ്ധാത്മാവത്രേ. തഴപ്പ് ദൈവം അരുളി ചെയ്ത സത്യമല്ലേ? 2021 ഡിവൈൻ ഫ്ലറിഷിങ്ങിന്റെ വർഷമെന്ന് ദൈവം അരുളി ചെയ്ത സത്യമല്ലേ? ഈ സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ പോകുന്നത് ആരാ പ്രിയപ്പെട്ടവരെ? എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവത്രേ. ആമേൻ. കർത്താവ് പറയുന്നു, എനിക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ ഡിവൈൻ ഫ്ലറിഷിംഗ് എന്ന ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുവാനുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ കർത്താവിന് ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് പറഞ്ഞൂടെ, എന്തിനാ സസ്പെൻസ് വെക്കുന്നത്? ആമേൻ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കത് വഹിക്കുവാനുള്ള പക്വതയും പാകവുമായിട്ടില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു കേട്ടോ. ഇനി വരാനായിട്ടൊന്നും ആരും കാത്തിരിക്കേണ്ട. നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിലല്ലാതെ ക്രിസ്തുവിനെ കർത്താവെന്ന് ആർക്കും ഏറ്റു പറയാൻ കഴിയില്ലെന്ന് വചനം പറയുമ്പോൾ, നിങ്ങൾ കർത്താവെന്ന് ഏറ്റു പറയുന്ന ആ നിമിഷം മുതൽ യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യു. ആമേൻ. സോ ഹീ വിൽ ഗൈഡ് യു ഇൻ ടു യുവർ ബ്ലെസ്സിങ്സ്. ആമേൻ. ഇനി നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെ നമ്മൾ അഗ്നി കാണുന്നു. ആമേൻ. പുതിയ നിയമത്തിലും നമ്മൾ അഗ്നി കാണുന്നു. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ, പാപം, ശാപം, രോഗം, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ലിസ്റ്റ് നീണ്ടതാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഈ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. ആമേൻ. നിങ്ങൾ യാതൊരു രീതിയിലും സംശയിക്കേണ്ട കാര്യമില്ല. കർത്താവ് ദഹിപ്പിക്കുന്ന, ഹീസ് എ കൺസ്യൂമിങ് ഫയർ. ആമേൻ. അവിടെ ഈ 12-ാം അധ്യായത്തിൽ അതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ സൈനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനതിനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ട്രൂത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളോ കടന്നു വന്നിരിക്കുന്നത്, ആ വാക്യം ഒന്ന് വായിച്ചേ, 22 മുതൽ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ, അതിന് മുമ്പത്തെ വാക്യം വായിച്ചെന്നാ, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന മോശയും പറയത്തക്ക വിധം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഭയത്താലല്ല, നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിലത്രേ. ദൈവം നിങ്ങളെ ഒരു ഫിസിക്കൽ മൗണ്ടനിലേക്ക് അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഹി ഹാസ് ബ്രോട്ട് യു ഇൻ ടു ദ സിറ്റി ഓഫ് ഗോഡ്. സിയോൻ എന്ന ദൈവത്തിന്റെ പട്ടണത്തിലേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, സിദ്ധന്മാരുടെ രാജ്യത്തിലേക്ക്, ആമേൻ, സകലർക്കും ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അത്രേ ദൈവം നിങ്ങളെ കടത്തിയിരിക്കുന്നത്. ആമേൻ. ഒരു ന്യായാധിപന്റെ റോൾ എന്താ? ഒരു ന്യായാധിപൻ എന്താ ചെയ്യേണ്ടത്? ഹി ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഗുഡ്നെസ് വിൽ പ്രിവെയിൽ ഓവർ ഈവിൾ. ദുഷ്ടതയ്ക്ക് മുകളിലായി എപ്പോഴും ന്യായം, നീതി, നന്മ
ജയിക്കണം എന്നുള്ളതാണ് ഒരു ന്യായാധിപൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ, ദൈവം ന്യായാധിപനാണെങ്കിൽ, ദൈവം നിങ്ങളുടെ ലൈഫിൽ നന്മ വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ന്യായാധിപനാണ് ദൈവം. തിന്മയ്ക്ക് മുകളിലായി നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മളെപ്പോഴും ഈ ജഡ്ജ്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? നമ്മളെപ്പോഴും ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അയ്യോ ദൈവത്തിൻ്റെ ന്യായം, ദൈവം ന്യായം വിധിക്കുന്നത് നന്മ വാഴുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാ ആസ്പെക്ട്സും നിങ്ങളൊന്ന് മാറ്റി വെക്കുക. അതിന് കുറേ ആസ്പെക്ട്സ് ഉണ്ട് ജഡ്ജ്മെൻറ്റിന്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തിന്മയ്ക്ക് മുകളിലായി, തിന്മയെ സർപ്പാസ് ചെയ്ത് നന്മ വാഴണം എന്ന് ആഗ്രഹിക്കുന്ന ന്യായാധിപതിയായ ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഹിസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഷാൽ പ്രിവെയിൽ ഇൻ യുവർ ലൈഫ്. അവൻ്റെ നന്മയും കരുണയും ഈ 2021 നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പ്രിവെയിൽ ചെയ്യും. അത് മുകളിലായിരിക്കും. ആമേൻ. കാരണം അവൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. He will make sure that his goodness will prevail in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ നന്മ പ്രിവെയിൽ ചെയ്യുന്നു, വാഴുമെന്ന് അവൻ ഉറപ്പുവരുത്തും. നിങ്ങൾ തഴയ്ക്കുമെന്ന് ദൈവം ഉറപ്പുവരുത്തും. അതാ ഞാൻ പറഞ്ഞത്, ദൈവം തീരുമാനിച്ചു ഇത് തഴപ്പിൻ്റെ വർഷമാണെന്ന്. ദൈവം അത് ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ദൈവം ന്യായാധിപനാണെങ്കിൽ ഇതിന് രണ്ടിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയെങ്കിൽ നമുക്ക് ഈ അഗ്നിയൊക്കെ അടുത്ത് വരുമ്പോൾ ഇച്ചിരി പൊള്ളുകയൊക്കെ ചെയ്യും. അതൊക്കെയാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത്. പക്ഷെ ദൈവം അതിൻ്റെ അകത്തെല്ലാം മേക്ക് ഷുവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നന്മ നിങ്ങളുടെ ലൈഫിൽ വാഴണം. ആമേൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പാപം നിങ്ങളുടെ ലൈഫിലുണ്ട്, രോഗം നിങ്ങളുടെ ലൈഫിലുണ്ട്, ശാപം നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് വിചാരിക്കുക. രോഗിയായ ഒരു വ്യക്തി ദഹിപ്പിക്കുന്ന അഗ്നിയായ ന്യായാധിപനായ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പരിശുദ്ധ ആത്മാവിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് തിന്മയാണ്. കർത്താവേ, എനിക്ക് രോഗമുണ്ട്. നമുക്ക് രോഗത്തെ എടുക്കാം. രോഗമുണ്ട് എന്ന് ഒരു വ്യക്തി ദഹിപ്പിക്കുന്ന അഗ്നിയായ ന്യായാധിപനായ കർത്താവിനോട് പറയുമ്പോൾ, നമ്മൾ അതിലേക്ക് വരികയാണ്, പറയുന്ന കാര്യത്തിലേക്ക് വരികയാണ്. പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദഹിപ്പിക്കുന്ന അഗ്നിയായ ന്യായാധിപനായ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ വായിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ തിന്മയെ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം അങ്ങ് ദഹിപ്പിച്ചു കളയും. ആമേൻ. എന്നിട്ട് അവൻ നിങ്ങളുടെ മുൻപിൽ ന്യായാധിപനായ ദൈവം യഹോവ റാഫയായി വെളിപ്പെടും. ആമേൻ. ആൻഡ് നിങ്ങളുടെ ആ രോഗത്തിന് പകരമായി ആ രോഗത്തെ ദഹിപ്പിച്ചിട്ട് സൗഖ്യം നിങ്ങളുടെ ലൈഫിൽ റീപ്ലേസ് ചെയ്യും. കാരണം ഹി ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഹിസ് ഗുഡ്നെസ് വിൽ പ്രിവെയിൽ ഇൻ യുവർ ലൈഫ്. പാപമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ പാപവുമായി ദൈവത്തിൻ്റെ മുൻപാകെ എത്തുമ്പോൾ, ശുദ്ധീകരിക്കുന്ന ദൈവമായ ന്യായാധിപനായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി നിങ്ങളുടെ ലൈഫിലെ പാപത്തെ he will consume that and he will replace it with his goodness. Amen. So ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ റോൾ ഇതാണ്. he will make sure, നമ്മൾ വായിച്ചു ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം, ഈ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഡീപ്പൻ ചെയ്യുമ്പോൾ, നമ്മൾ ഡീപ്പായ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ, ഹീ ഈസ് ദ കൺസ്യൂമിങ് ഫയർ. ഹീ വിൽ ഗൈഡ് യു ഇൻ ടു ഓൾ ട്രൂത്ത്സ്. ആൻഡ് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും, അത് പാപമാകട്ടെ, ശാപമാകട്ടെ, രോഗമാകട്ടെ, ഏത് പ്രശ്നത്താൽ നിങ്ങൾ വലയുന്നുവെങ്കിലും ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിങ്ങളുടെ ലൈഫിൽ കത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ദഹിച്ച് ചാരമായി വെണ്ണീറായി പോകും. Amen. And he will make sure that he is guiding you into all truths. നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പുവരുത്തും. തഴപ്പെന്ന സത്യം, ഡിവൈൻ ഫ്ലറിഷിംഗ് എന്ന സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പുവരുത്തും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിച്ചാട്ടെ, പരിശുദ്ധാത്മാവിൽ
ഡീപ്പ് റൂട്ടഡ് ആകുമ്പോൾ പരിശുദ്ധാത്മാവിനെ തീയായി, വെള്ളമായി, ശുദ്ധീകരിക്കുന്ന പല വസ്തുക്കളായും ബൈബിളിൽ താതാത്മ്യപ്പെടുത്തുന്നു. ആമേൻ. കാറ്റായി, തീയായി, വെള്ളമായി, എല്ലാം ഇതൊന്നും ആണ് പരിശുദ്ധാത്മാവെന്നല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സിംബോളിക്കായി പല അനാലജീസും ബൈബിൾ യൂസ് ചെയ്യുന്നു. അതിലൊന്നാണ് ഫയർ, വാട്ടർ, വിൻഡ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന് റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ. ഇതിനെല്ലാം പ്യൂരിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. വാട്ടർ പ്യൂരിഫൈസ്, ഫയർ പ്യൂരിഫൈസ്, വിൻഡ് പ്യൂരിഫൈ ചെയ്യാറുണ്ട്, ഇല്ലേ? കരിയില പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കറിയാം ഒരു മെഷീനുണ്ട്, ബ്ലോവർ. അതിൽ നിന്ന് വരുന്ന കാറ്റ് ആ സ്ഥലം വൃത്തിയാക്കുന്നു. അങ്ങനെ അഴുക്കായി കിടക്കുന്ന നിങ്ങളുടെ അന്തരീക്ഷങ്ങൾ വൃത്തിയാക്കുവാൻ കഴിയുന്ന, അങ്ങനെ വൃത്തിയാക്കി നിങ്ങളെ സകല നന്മയിലേക്കും സകല സത്യത്തിലേക്കും വഴി നടത്തുന്നയാളാണ് പരിശുദ്ധാത്മാവ്. സോ ഈ 2021 തഴയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ, വളരുവാൻ ആഗ്രഹിക്കുന്നവർ, അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആങ്കർ യുവർ സെൽഫ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. ഒരു ആങ്കർ വെള്ളത്തിന് മുകളിലല്ല ഇരിക്കുന്നത്, നങ്കൂരം. നിങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിൽ ഒന്ന് ആങ്കർ ചെയ്തേ. ആങ്കർ എവിടെ ഇരിക്കാറുള്ളത്? ആങ്കർ വെള്ളത്തിന് മുകളിലാണോ ഇരിക്കുന്നത്? നങ്കൂരം വെള്ളത്തിന് മുകളിലാണോ ഇരിക്കുന്നത്? അല്ല, നങ്കൂരം വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലായിരിക്കുന്നത്. അങ്ങനെ എത്ര പേർ പരിശുദ്ധാത്മാവിൽ നിന്ന് ആങ്കർഡ് ആകാൻ തയ്യാറായി ഈ വർഷം? യു വിൽ സീ ഡിവൈൻ ഫ്ലറിഷിംഗ് ഇൻ യുവർ ലൈഫ്. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങിയാട്ടെ. പല ആളുകൾക്കും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഈ കാറ്റും തീയും മഴയും എന്തോ ഒരു അനുഭൂതിയൊക്കെയാണ്. ഒന്നുമല്ല. യു ക്യാൻ ടോക്ക് ടു ഹിം. ഹീസ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ കൂട്ടാളി എന്ന് ബൈബിൾ പറയുന്നു. ഹീസ് യുവർ ഹെൽപ്പർ, ഹീസ് യുവർ ഗൈഡ്, ഹീസ് യുവർ കൗൺസിലർ, ഹീസ് യുവർ അഡ്വക്കേറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വാഴണം എന്ന് വാശിയുള്ളൊരു അഡ്വക്കേറ്റാണ് പരിശുദ്ധാത്മാവ്. ഒരു ഫീസും കൊടുക്കണ്ട, കൂടെ ഒന്ന് നടന്നാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി, ഒരു ചെലവുമില്ല. ഈ പരിശുദ്ധാത്മാവിനോട് ഹൗ ഡു യു ഡീപ്പൻ യുവർ റിലേഷൻഷിപ്പ്? ജസ്റ്റ് ടോക്ക് ടു ഹിം. സംസാരിച്ചാട്ടെ, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാട്ടെ, കർത്താവേ, ഈ തീരുമാനം ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളും സംസാരിച്ചു. എനിക്ക് ഒത്തിരി എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ നിന്ന് പറയാനുണ്ട്. ഇന്ന വിഷയത്തിൽ കർത്താവേ, ഇന്ന റിലേഷൻഷിപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹീ വിൽ ഗൈഡ് യു. ഹീ വിൽ ടെൽ യു ഹൗ ടു ഫ്ലറിഷ്. നിങ്ങൾ ഫാമിലി ലൈഫിൽ ഫ്ലറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വിഷൻ ബോർഡിൽ ഫാമിലി ലൈഫിൽ ഫ്ലറിഷ് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, അപ്പന്മാർ, അമ്മമാർ, നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചേ, പരിശുദ്ധാത്മാവേ, വാട്ട് ഈസ് ദ ആക്ഷൻ പ്ലാൻ? ഇതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. ഇതാ ഈ അനുഗ്രഹത്തിൻ്റെ ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് തരും. ഈ അനുഗ്രഹം എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ള ഗൈഡൻസ്, ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഹീ വിൽ ഗൈഡ് യു. ഹീ വിൽ ടെൽ യു വാട്ട് ടു ഡു. പ്രാക്ടിക്കൽ ലൈഫിൽ പല കാര്യങ്ങളും ബൈബിളിൽ എഴുതിയിട്ടില്ല. ഈ 21-ാം നൂറ്റാണ്ടിലെ കുഞ്ഞുങ്ങളെ, മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ബൈബിളിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ബൈബിളിലുള്ള സത്യത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ റെലവൻ്റ് ആയി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയി നൽകും. കമോൺ, എത്ര പേര് തയ്യാറാ? തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ, ഭാര്യയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത ഭർത്താക്കന്മാർ, ഭർത്താവിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയാത്ത ഭാര്യമാർ, മക്കളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയാത്ത അപ്പനമ്മമാർ, ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നറിയാത്ത ബിസിനസ്സുകാരി, പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിച്ചാട്ടെ. ഹീ വിൽ ഗൈഡ് യു ഇൻ ടു ട്രൂത്ത്. ഏതാ ഈ വർഷത്തെ നിങ്ങളുടെ ട്രൂത്ത്? ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ഫ്ലറിഷ് യു. ഇതിനാവശ്യമായ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്, സൊല്യൂഷൻസ്, ഹീ വിൽ ഗിവ് ഇറ്റ് ടു യു. Are you ready to speak to him? Are you ready to talk to him? Are you ready to get into a communication with him? Amen. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന ജീവജല നദിയിലേക്ക് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത, കടക്കുവാൻ കഴിയാത്ത ഒരളവിലേക്ക് ഈ 2021 ഡിവൈൻ ഫ്ലറിഷിംഗ് വാഗ്ദത്തമായുള്ള ഈ വർഷത്തിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, ഞാൻ പറഞ്ഞു, നിങ്ങൾ മറക്കരുത്, ഈ ഡിവൈൻ ഫ്ലറിഷിംഗ് നിങ്ങളുടെ ലൈഫിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആള് പരിശുദ്ധാത്മാവാണ്. കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും സകല നന്മകളും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന, സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്.
അവൻ തനിക്ക് സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല. എന്ത് കേൾക്കുന്നുവോ അത് മാത്രം നിങ്ങളോട് അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണക്റ്റഡ്, ട്രിനിറ്റി ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാ. ആമേൻ. ആ ട്രിനിറ്റിയിലുള്ള, ആ തൃത്വത്തിലുള്ള സകല നന്മകളും നമ്മുടെ ലൈഫിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാ. നമുക്ക് സമയമില്ല കൂടുതൽ പോകാൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം അഖിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു അളവിലേക്ക്, പരിശുദ്ധാത്മാവ് അഭേദ്യമായൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. അഖിൽ ഇസ് ഗോയിങ് ടു പ്രേ. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പ പിതാവേ ദൈവമേ, ഞങ്ങളുടെ സന്നിൽ കടന്നു വരുന്നപ്പ ദൈവം ഇപ്പോൾ വചനം കേൾപ്പിച്ചതുപോലെ ദൈവം ഞങ്ങളുടെ സന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവം ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നപ്പ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ ദൈവമേ ഈ വർഷം ദൈവമേ പരിശുദ്ധാത്മാവ് ഡീപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഗ്രോ ചെയ്യാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഒരു ആഴമായ ഡീപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ ദിവസവും വളരുവാൻ, ഓരോ ദിവസവും ആ റിലേഷൻഷിപ്പ് ഡീപ്പൻ ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഒരു ദിവസം ഒരു നിമിഷത്തേക്ക് വേണ്ടി അല്ലാതെ എല്ലാ ദിവസവും ആ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുവാൻ ഇപ്പോൾ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നത്, പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത് അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അവർ വിശ്വസിച്ച് അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുവാൻ, സംസാരിക്കുവാൻ, അങ്ങോട്ട് ഡീപ്പറായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടി സംസാരിച്ചു തുടങ്ങാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ മുട്ടോളമല്ല അരയോളമല്ല അതിൽ മുങ്ങി പോവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന റിലേഷൻഷിപ്പിൽ ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ കോൺഷ്യൻസിൽ ജീവിക്കുവാൻ, ആ ട്രൂത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ മുമ്പിൽ ഏത് അതിന് എതിരായിട്ട് ഇത് കൊണ്ടുവരുന്ന എല്ലാ കള്ളത്തരങ്ങളും യേശുവിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ലൈസിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നിങ്ങൾ അത് ട്രൂത്തിൽ ജീവിക്കാൻ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതി ആഴവും ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ്, റെവലേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്കൊരു കാര്യം കൂടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗം. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. വളരെ ഇമ്പോർട്ടൻ്റ്. ഏത് റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് ഇസ് കമ്മ്യൂണിക്കേഷൻ. ആമേൻ. ആൻഡ് രക്ഷിക്കപ്പെട്ടു വീണ്ടും ജനനം പ്രാപിച്ച ജനത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ്. എല്ലാവരും പറഞ്ഞേ എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ്. എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ് ചാറ്റ് ബോക്സിൽ ഇട്ടാട്ടെ. എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ്. ഇത് ലോകത്തിനില്ല. സാൽവേഷൻ ഇസ് അവൈലബിൾ ഫോർ എവ്രി വൺ. പക്ഷെ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഇസ് എൻ എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ് ഫോർ ദ ബിലീവേഴ്സ്. കർത്താവിൻ്റെ സിദ്ധന്മാർക്ക് മാത്രം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസിക്ക് മാത്രം നൽകിയിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ് ആണ്. ബൈബിൾ പറയുന്നു ലോകം അവനെ കാണുന്നില്ല, ലോകത്തിന് അവനെ കാണുവാൻ കഴിയുന്നില്ല. കാരണം ഹി ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ചർച്ച്. And if you're part of the church, Holy Spirit is your exclusive gift. Amen. ആൻഡ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ബന്ധം ഡീപ്പൻ ചെയ്യുന്നത്? ഞാനും ആഷ്ലിയും തമ്മിൽ ഇപ്പോൾ പരിചയം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഞാനും അഖിലും തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ആഷ്ലി ആദ്യം ചർച്ച വരുമ്പോൾ എനിക്ക് അറിയത്തുപോലുമില്ല ആഷ്ലിയെ. ഞങ്ങളെങ്ങനെ ഇന്ന് ഞങ്ങൾ സ്വന്തം ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെക്കാളും കൂടുതൽ ഞങ്ങൾ ക്ലോസ് ആണ്. ഞങ്ങളുടെ ലൈഫിലെ എല്ലാ ടൈനി ഡീറ്റെയിൽസും ഞങ്ങളെല്ലാം തമ്മിൽ ഇൻവോൾവ്. ആഷ്ലിയുടെ കല്യാണത്തിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു, എൻ്റെ കല്യാണത്തിൽ ആഷ്ലി ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങളുടെ പല കുടുംബാംഗങ്ങളെക്കാളും പല എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെക്കാളും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ആഷ്ലി അഖിലൊക്കെ. എങ്ങനെയാണ് സംഭവിച്ചത്? വന്ന ഒരു ദിവസം കൊണ്ട് അങ്ങ് പെട്ടെന്ന് ഈ ബന്ധത്തിൽ അല്ല. വി സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഞങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി, ഞങ്ങൾ ഓപ്പണായി ഷെയർ ചെയ്യുവാൻ തുടങ്ങി, ഞങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഹെൽപ്പ് ചെയ്യുവാൻ തുടങ്ങി. ആമേൻ. This is the kind of relationship that you need to have with the Holy Spirit, because He is your helper, He is your friend. Amen. പോണോഗ്രഫിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ യു നീഡ് ഹെൽപ്പ്. നിങ്ങൾ ആ മൊബൈൽ വെബ്സൈറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ അതിൽ നിങ്ങളെ കയറ്റാതിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Amen. He will tell you not to do that. ആൻഡ് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും പറയുന്ന പോലെയല്ല, അതിനകത്തൊരു ശക്തിയുണ്ട്. നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ കഴിയും. കാരണം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് വാളാണ്, വചനമാണ്. He will administer the blessing into your life. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. വീണ്ടും നമ്മൾ വായിക്കുന്നു 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്യോന്യം
14 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ Yes. മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. Amen. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും തിരിച്ചറിയുന്നില്ലല്ലോ അവൻ ദൈവത്തിന്റെ ഭാഷയിൽ. അതിന് ബാക്കി എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മിസ്റ്ററീസ് ഓഫ് ദ ഫ്യൂച്ചർ. നിങ്ങൾക്ക് കാണാൻ മർമ്മം എന്താ? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റീരിയസ് ആയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, എന്തോ മിസ്റ്റീരിയസ്. ഇറ്റ് ഇസ് ഫ്രം ദ ഫ്യൂച്ചർ. ആത്മാവിൽ സംസാരിക്കുന്നവർ, ഡിവൈൻ ഫ്ലറിഷിംഗ് ആഗ്രഹിക്കുന്നവർ ഈ വർഷം അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ അന്യഭാഷയിൽ മിസ്റ്ററീസ് എത്ര സംസാരിക്കും? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, ബിസിനസ്സെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മിസ്റ്ററീസാണ് നിങ്ങൾ പറയുന്നത്. റോമാലേഖനം 8:26 പറയുന്നു, ഉച്ചരിച്ചു കൂടുവാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, when you speak in the spirit, ആത്മാവിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അന്യഭാഷയിൽ ഈ നാളുകൾ നമുക്ക് കൂടുതൽ സംസാരിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവുള്ള ബന്ധം സ്ട്രോങ് ആകുവാൻ അത് സഹായിക്കും. ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് ബ്ലെസ്സിങ്. പിശാചിന് എല്ലാ സാറ്റലൈറ്റും ഈ ലോകത്തുള്ള എല്ലാ ഡീകോഡിങ് ഇൻസ്ട്രുമെൻറ്റ്സും എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്താലും ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്ക്ലൂസീവ് സീക്രറ്റീവ് ലാംഗ്വേജ് ആണ്. വേറെ ആർക്കും അത് മനസ്സിലാവുന്നില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിശാച് എത്ര ഡീകോഡ് ചെയ്യാൻ ട്രൈ ചെയ്താലും അവനത് ജിബറിഷ് ആയിട്ടേ തോന്നത്തുള്ളൂ. ജിബറിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തോന്നത്തുള്ളൂ. പക്ഷെ കർത്താവിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന എനിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ കർത്താവിന് മനസ്സിലാവും. കാരണം നിങ്ങളുടെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹീ ഈസ് അഡ്വക്കേറ്റിംഗ് ഫോർ യു, ഫോർ യുവർ ഫാമിലി, ഫോർ ദ സിറ്റി, ഫോർ ദ നേഷൻ. ആമേൻ. സോ ആഷ്ലി ഇപ്പോൾ പ്രാർത്ഥിക്കും അന്യഭാഷകളിൽ ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കാൻ വേണ്ടി. കർത്താവേ, ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് കർത്താവെ ഈ അന്യഭാഷയിൽ വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ട്. കർത്താവെ, ഞങ്ങൾ കർത്താവെ അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളോട് ഒരുമിച്ച് നിങ്ങളും പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരേണ്ടതിന് മനുഷ്യരോടല്ല, അവർ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ എന്ന് പറയുന്ന കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നു. ബൈബിൾ അത് ചെയ്യുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ കറുത്ത് വലിയ മർമ്മങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ എല്ലാറ്റിനും കർത്താവെ കഴിയട്ടെ. കർത്താവെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഇനിയും അധികം സംസാരിക്കട്ടെ. ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിതാവിനോട് അധികമായി ആത്മാവിൻ്റെ സഹായത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികമായി നീ ഞങ്ങളെ നിറയ്ക്കണം. കൂടുതൽ സംസാരിക്കുവാൻ, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ശത്രുവിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് ദൈവത്തോട് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി വർധനയ്ക്ക് സഹായിക്കുന്ന അന്യഭാഷയെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനും ആത്മീയമായി ഞങ്ങൾ വർദ്ധിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വർഷം നിങ്ങൾ ഡിവൈനായി ഫ്ലറിഷ് ആകട്ടെ. ആമേൻ. ദൈവിക തഴപ്പ് നിങ്ങളുടെ ലൈഫിൽ കാണട്ടെ. അതിനായി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വേരൂന്നി വളരുക. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.